ശ്ലോകം 8. ഒരസുരൻ കൂടി ബാക്കിയുണ്ട്. ആ അസുരൻ്റെ വധം കൂടിയാണ് ബാക്കിയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. അവൻ്റെ പേരാണ് വ്യോമാസുരൻ. വ്യോമാസുരൻ അവസാനമാണ് വന്ന് ചേരുന്നത്. അവൻ ഭഗവാന്റെ കുട്ടികളുമായുള്ള ലീല, ഒളിച്ചുകളി ലീല, നിലായന ക്രീഡ ആ ദിവസമാണ് വന്ന് ചേരുന്നത്. ശ്ലോകം 8. കഥാപി ഗോപൈ സഹ കാനനാന്തേ. ഒരിക്കൽ ഭഗവാൻ ആ ഗോപക്കുട്ടികളോടുകൂടി കാട്ടിൻ്റെ ഉള്ളിൽ നിലായന ക്രീഡനലോലുപം ത്വാം. നിലായന ക്രീഡ, ഒളിഞ്ഞു കളിക്കുക, അപ്പോൾ കണ്ടുപിടിക്കണം. അതിൽ ലോലുപനാണ്, എന്തെന്നില്ലാത്ത താല്പര്യമുള്ളവൻ. അങ്ങനെയായിരിക്കുന്ന ആ ഭഗവാന്റെ അടുത്ത് ഈ വ്യോമാസുരൻ എത്തുകയാണ്. ആരാണ് വ്യോമാസുരൻ? മയാത്മജ. മയൻ എന്ന അസുരൻ്റെ പുത്രൻ. മയ ആത്മജ. മയാസുരൻ്റെ പുത്രനായ വ്യോമാസുരൻ അവൻ എങ്ങനെയാണ്? ദുരന്തമായ. അവൻ്റെ മായയ്ക്ക് അന്തമില്ല. ദുരന്തം, അന്തമില്ലാത്ത മായ. അതിമീതമായ ഇത് ഭഗവാനൊക്കെ മാത്രമേ ഉള്ളൂ. അതാണ് അസുരന്മാരുടെ ഇടയിൽ അത്രത്തോളം മായയുള്ളവനാണ്. ആ മായയുള്ള ആ വ്യോമാസുരൻ മയാത്മജൻ പ്രാപ, ഭഗവാനെ പ്രാപിക്കുകയാണ്. എന്താ അവൻ്റെ പേര്? വ്യോമാഭിത. വ്യോമൻ എന്ന് പേര്. വ്യോമചരോപരോധി. വ്യോമം ആകാശം. ആകാശത്തിൽ ചരിക്കുന്ന ഉപദേവന്മാർ, ആ ഉപദേവന്മാരെ ഉപരോധിക്കുക, തടുക്കുക, അവരെ ഉപദ്രവിക്കുക. അപ്പോൾ വിദ്യാധരന്മാർ, ഗന്ധർവന്മാർ, കിന്നരന്മാർ, കിംപുരുഷന്മാർ അവരെയൊക്കെ ഉപദ്രവിക്കും. അവരുടെയൊക്കെ പണി എന്താണ്? ഭഗവാൻ ഇവിടെ ഈ ലോകത്തിൽ വന്ന് പല കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ആകാശത്ത് നിന്ന് ഭഗവാനെ സ്തുതിക്കണം, പുഷ്പവൃഷ്ടി ചെയ്യണം. അതാണ്. അതിനിവർ തടസ്സമുണ്ടാക്കും, വ്യോമാസുരനെ പോലെയുള്ളവർ. വ്യോമാഭിതോ വ്യോമചരോപരോധി. ഈ ഉപദേവന്മാർക്ക് ഇവൻ്റെ മായയില്ല. അതാണ് ഇവന് ദുരന്തമായ. ദുരന്തം, അന്തമില്ലാത്ത മായയോടുകൂടിയവൻ. ശ്ലോകം 9. എന്താ ഈ കളിയുടെ, നിലായന ക്രീഡയുടെ കളി ഏത് വിധത്തിലാണ് എന്നുള്ളതാണ്. സ ചോരപാലായുധവല്ലവേഷു. കുട്ടികളെല്ലാവരും കൂടി 3 സംഘമായിട്ട് പിരിയാണ്. ഒരു സംഘം കള്ളന്മാർ, മറ്റേ സംഘം ആ കള്ളന്മാരെ കണ്ടുപിടിക്കുന്ന ആൾക്കാർ, പോലീസ്. മൂന്നാമത്തെ സംഘം വലിയ ശക്തിയില്ലാത്ത ആൾക്കാർ, അവർ മൃഗങ്ങൾ. ചോര, പാല, ആയുധം. ചോരന്മാരായിട്ടും പാലകന്മാർ, പോലീസുകാർ. പോലീസ് പാലകന്മാരാണ്. ഒക്കെ ഇതിന്ന് വരുന്ന, സംസ്കൃതത്തിൽ വരുന്ന ശബ്ദങ്ങളാണ്. പാലകൻ എന്നുള്ളതാണ് പോലീസാവുന്നത്. ചോര പാലായുധവല്ലവേഷു. അപ്പോൾ കുട്ടികൾ തന്നെ 3 സംഘമാവുകയാണ്. ഒരു സംഘം കള്ളന്മാർ, ഒരു സംഘം പാലകന്മാർ, മറ്റേ സംഘം മൃഗങ്ങൾ. ആ മൃഗങ്ങൾ അധികവും ആടായിട്ട്.
കള്ളന്മാരായിട്ടുള്ളവർ ഈ മൃഗങ്ങളെ കൊണ്ടുപോയി എവിടെയെങ്കിലും ഒളിപ്പിക്കണം. എന്നിട്ട് പാലകന്മാരായിട്ടുള്ളവർ അവരെ കണ്ടുപിടിച്ച് കൊണ്ടുവരണം. അപ്പം ഇവൻ വന്നു. ഇവൻ എന്ത് ചെയ്തു? ചോരായുധ, അവൻ കള്ളന്മാരെ കൂട്ടത്തിൽ ചേർന്നു. ചോര ആയുധ, ചോരം ആയിത്തീർന്നു, കള്ളനായിത്തീർന്നു. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? ഗോപശിശുവിൻ പശുംശ, ഗോകുട്ടികളാണല്ലോ ഈ പശുക്കളായിട്ട് നിൽക്കണേ, അവരെയും പിടിച്ചു, ശരിക്കുള്ള പശുക്കളെയും പിടിച്ചു. അവൻ ഗുഹാസു കൃത്വ, അവനൊരു ഗുഹ കണ്ടുപിടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് അവരെ ഇടുകയാണ്. പിതഥേ ശിലാഭിഹി, വലിയ കല്ലെടുത്ത് അടച്ചു, ഗുഹ അടച്ചു. കുറേ കഴിഞ്ഞപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? ആരെയും കാണാനില്ലല്ലോ. എല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ പോയി ഇതാവുകയാണ്. കളി കഴിഞ്ഞിട്ട് കൊല്ലാന്ന് പറഞ്ഞിട്ടാണ് ഇവൻ ഇരിക്കുന്നത്. ത്വയാച ബുദ്ധ്വ, ഭഗവാൻ അറിയാത്ത വല്ലതും ഉണ്ടോ? ഭഗവാൻ അറിഞ്ഞു. പരിമർദ്ദിതോ ഭൂൽ, ഏത് കല്ലുകൊണ്ട് അടച്ചുവോ ആ കല്ലെടുത്ത് അവനെ ചതച്ചു, അവനെ മർദ്ദിച്ചു. അപ്പോൾ ചോരന്മാരായിട്ടും പാലകന്മാരായിട്ടും പശുക്കളായിട്ടും കളിക്കുന്ന നിലായനക്കിടയിൽ വ്യോമാവിതൻ, ദുരന്തമായനായിരിക്കുന്ന വ്യോമാവിതൻ എന്ന അസുരൻ വന്ന് അവൻ ചോരനായിട്ട് ഈ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ചു. ഒടുവിൽ കൊല്ലാമെന്ന് വിചാരിക്കുമ്പോഴേക്ക് ഭഗവാൻ അറിഞ്ഞ് അവനെ പിടിച്ച് മർദ്ദിച്ചു കൊന്നു.